എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഒരു വലിയ തള്ളൽക്കാരനാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. പക്ഷെ അതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ആദ്യമായി തള്ളിയത് ഒരു സൈക്കിളാണെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ 3-ാമത്തെ വയസ്സിൽ എൻ്റെ ചേട്ടന് സൈക്കിൾ പഠിക്കാൻ വേണ്ടി വാടകയ്ക്ക് എടുത്ത സൈക്കിള് ചേട്ടൻ താഴെ ഇട്ടപ്പോൾ ഞാനത് തള്ളി തന്നെ പഠിച്ചു. ഇത് തള്ളലല്ല കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ അവസാനം വരെ കാണണം. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ സാധാരണയായിട്ട് കുട്ടികൾക്ക് വേണ്ടി കുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. കാര്യം ഞാൻ എങ്ങനെ വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുക, അതാണ് ഞാൻ സാധാരണയായിട്ട് കാണിക്കാറുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദോശ കൊണ്ടുണ്ടാക്കുന്ന ഓംലെറ്റ് ഓർ പിസ്സ. നിങ്ങൾക്ക് അതിന് എന്ത് പേര് വേണമെങ്കിലും ഇടാം. അത് കണ്ടു കഴിഞ്ഞാൽ പിസ്സ പോലെ ഇരിക്കും. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അരിമാവ് എല്ലാവരുടെയും വീട്ടിൽ കാണും. ഒരു 2 മുട്ട, കുറച്ച് ഉപ്പ്, ഇച്ചിരി ഉള്ളി, ഇച്ചിരി തക്കാളി, ഇച്ചിരി ചീസ്, പിന്നെ പനീർ ഉണ്ടെങ്കിൽ ഇടുക. നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ വിഭവം ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, രക്ഷകർത്താക്കൾക്ക് ഇഷ്ടപ്പെടും. എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ഈ കുക്കിംഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. ശരിക്ക് ചൂടായ ദോശക്കല്ലിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കണം. ബട്ടർ നല്ലതായിട്ട് ചൂടാവുന്നുണ്ട്. നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതിലേക്ക് 2 തവി ദോശമാവ് നല്ലതായിട്ട് പരത്തി കൊടുക്കണം. ഞാനൊരു ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഗരം മസാലയാണ്. 1/2 സ്പൂൺ ഗരം മസാല ഒന്ന് തൂവി കൊടുക്കുക. കുറച്ച് ഉപ്പ്, കുറച്ച് മതി. അരിമാവിൽ ഓൾറെഡി ഉപ്പുണ്ട്. ഒരു 1/2 തക്കാളി ഞാനത് മുറിച്ച് വെച്ചതാണ്. ചെറിയ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. അതതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ഇത് വലിയ മുളകാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ പുറത്തേക്ക് തൂവി കൊടുക്കണം. ക്യാപ്സിക്കം ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് വിതറി കൊടുക്കണം. 2 മുട്ട ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ദോശയുടെ മുകളിലേക്ക് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കണം. കുറച്ചുള്ളി ബാക്കിയുണ്ടായിരുന്നു. അതതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കണം. ഇത് കുരുമുളകാണ്. ഒരു 1/2 സ്പൂൺ കുരുമുളക്. മെയിനായിട്ടൊരു കുട്ടികൾക്കാണ്. അപ്പോൾ ഒത്തിരി എരിയുടെ ആവശ്യമില്ല. കുറച്ച് മസാല കൂടി, ഗരം മസാലയും കൂടെ അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കണം.
ഇത് ചീസാണ്, 2 പീസ് ചീസ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പനീറ കുറച്ച് നേരം എടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കത് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഒരു 5-6 പീസ് പനീർ മതിയാകും. അതിൻ്റെ പുറത്ത് നമുക്ക് ഇട്ടു കൊടുക്കും. പിന്നെ കുറച്ച് ചീസ് ഞാൻ എടുത്ത് നേരത്തെ ഫ്രീസറിന് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ദോശ പിസ്സ റെഡിയായി വരുന്നുണ്ട്. അത് ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ എടുക്കത്തുള്ളൂ. നമുക്കതിനെ സൂക്ഷിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതിനെ ഓമന പേരിൽ ഓംലെറ്റ് പിസ്സ എന്ന് വിളിക്കാം, അല്ലെ ദോശ പിസ്സ എന്ന് വിളിക്കാം. നമ്മുടെ പിസ്സ റെഡിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും, അതുപോലെ മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കി എനിക്ക് കമൻറ്റ് ചെയ്യണം, എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. You just always been a tighter rush that I've been laid back, yeah. I don't wanna skip steps, you know that. So if you're with it